ഞാൻ ഇന്നപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഗീ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നൈസായിട്ട് അരിഞ്ഞ് ഒരു സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോള നമുക്കൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ സവോള ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് അധികം ഗോൾഡൻ ബ്രൗൺ ആകാനായിട്ട് നിൽക്കേണ്ട. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ അങ്ങ് കോരി മാറ്റിക്കോളൂ. എൻ്റെ കുറച്ചധികം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിപ്പോയി, അതുകൊണ്ട് കളർ നന്നായിട്ട് അങ്ങ് മാറിപ്പോയിട്ടോ. അത്രയും ബ്രൗൺ ആവാനായിട്ട് നിൽക്കണ്ട. ഇനി അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവോള, ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു അരമുറി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത അരിയാണ്. എന്നിട്ടത് നമ്മൾ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കൈമ റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് തന്നെ പിന്നെ വെള്ളം ഒഴിച്ചങ്ങ് കൊടുത്താൽ മതി. ഇനി ഇതേ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇവിടെ കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഇത്രയധികം വേവണ്ടെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ റൈസൊക്കെ വെന്ത് വരുമ്പം കുറച്ച് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഇതേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിള വന്ന് വരുമ്പം നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ചോറ് വെന്തതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും പിന്നെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ റൈസ് റെഡിയായി കിട്ടി.